ഹലോ എവ്രിവൺ, ഉറപ്പായിട്ടും ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ന്യൂസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആ ന്യൂസ് റിപ്പോർട്ടിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. ഏത് ചാപ്റ്ററിന് ന്യൂസ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ കീപ്പ് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോക്കിക്കോ, അത് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റോസാപാക്സ് പബ്ലിക് ക്യാമ്പയിൻ, റോസാപാക്സിന് വേണ്ടിയിട്ട് പബ്ലിക് ക്യാമ്പയിൻ നടത്തി. അപ്പോൾ അത് പിറ്റേ ദിവസത്തെ ആ ഒരു ന്യൂസ് റിപ്പോർട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ന്യൂസ് റിപ്പോർട്ട് എന്നുള്ളതാണ്. ന്യൂസ് റിപ്പോർട്ടിന് ഒരു പാറ്റേണേ ഉള്ളൂ. ആ പാറ്റേൺ അങ്ങോട്ട് ഫോളോ ചെയ്യുക. പിടിച്ചോ, ഇതാണ് പാറ്റേൺ. 6 മാർക്കിന് ചോദിക്കാറുണ്ട്, ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കാറുണ്ട്. ഈ മാർക്കുകൾ നിങ്ങൾ കരസ്ഥമാക്കാം ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ. ഇത് കണ്ടോ, ഫസ്റ്റ് തന്നെ ഹെഡ്ലൈൻ ഉണ്ടാവണം. അവിടെ നല്ലൊരു കിടിലൻ സൂട്ടബിൾ ആയിട്ടുള്ള ഹെഡ്ലൈൻ ഉണ്ടാവണം. ഏതൊരു ചാപ്റ്റർ എന്ന് ചോദിച്ചാൽ ഇത് ഫോളോ ചെയ്യട്ടോ. ബൈലൈന് വേണം. യെസ്, ഇത് അവിടെ ബൈലൈൻ ആരാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്, അവിടെ സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് കൊടുത്താൽ മതി. യെസ്, ആരാണ്? സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ പേര് JD എന്ന് കൊടുക്കാം, ഏതെങ്കിലും ഒരാളെ പേര്. അല്ലെങ്കിൽ എന്താക്കുക, നെക്സ്റ്റ് വൺ ഡേറ്റ് ലൈൻ ആണ്. ആ ദിവസത്തെ ഡേറ്റ് അങ്ങോട്ട് എഴുതി കൊടുക്കുക. യെസ്, ഏതാ ഡേറ്റ്? 20. ഓക്കെ, ഇത് കിട്ടുന്നില്ലല്ലോ. ഓക്കെ, 25/2/1996. ഓക്കെ, ഏതൊരു ഡേറ്റ്. ഇനി ഇവിടെ എന്താണ്? ഡൽഹി. ഏതൊരു സ്ഥലത്തിന്റെ പേര് കൊടുക്കുക. ഓക്കെ, ഏതാണ് സ്ഥലത്ത്, ഏത് സൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലം കൊടുക്കുക. ഇത് മോൺഗോമറി ആണ്. അപ്പോൾ ഇവിടെ മോൺഗോമറി എന്നാണ് കൊടുക്കേണ്ടത് ഈ ഒരു ചാപ്റ്റർ ആണെങ്കിൽ. അപ്പോൾ എന്നിട്ട് ലീഡ് മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവം, എപ്പോഴാണ് സംഭവം, എവിടെയാണ് സംഭവം, പിന്നെ തുടങ്ങിയിട്ട് എന്തുകൊണ്ടാണ് സംഭവം, അങ്ങനെ ഈ ഒരു WH ക്വസ്റ്റ്യന്റെ, അതുപോലെ തന്നെ ഹൗ, എങ്ങനെയാണ് സംഭവം. അതായത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യന്റെ ഒക്കെ ആൻസർ നിങ്ങൾ ഒരു പാരഗ്രാഫ് ആക്കി എഴുതുകയാണെങ്കിൽ അതാണ് ലീഡിംഗ് പോയിന്റ്, അതായത് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. അത് ഫസ്റ്റ് പാരഗ്രാഫ് തന്നെ നിങ്ങൾ എഴുതി കൊടുക്കുക. നെക്സ്റ്റ് പാരഗ്രാഫിൽ നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ്, അവിടെ എന്ത് സംഭവിച്ചു, എന്തിനാണ് അവർ സമരം നടത്തിയത്, അതുപോലെ തന്നെ അതിനുശേഷം പിന്നീട് എന്തുണ്ടായി എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് മെയിൻ പാരഗ്രാഫ്, അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ബോഡി പാർട്ടിൽ നിങ്ങൾക്ക് കൊടുക്കേണ്ടത്. അത് മാത്രമല്ല അവസാനം അതിനുശേഷം അവിടെയുള്ള എന്തെങ്കിലും ആൾക്കാരുടെ കൊട്ടേഷൻ, ആൾക്കാർ അതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞതുണ്ടെങ്കിൽ അതും ന്യൂസ് റിപ്പോർട്ടായിട്ട് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ്, അതിനുശേഷം അവരെന്താക്കി ജയിലിൽ നിന്ന് പുറത്തടിച്ചു, അല്ലെങ്കിൽ അത് ഭയങ്കര ചർച്ചയായി തുടങ്ങിയിട്ടുള്ള അതിന്റെ ആഫ്റ്റർ എഫക്റ്റുകളാണ് ലാസ്റ്റ് കൊട്ടേഷൻ പാർട്ടിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഫൈനൽ പാർട്ടിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. ഇതുപോലെ ഏത് ചാപ്റ്റർ തന്നാലും ഈ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യുക, സെറ്റ് ആക്കുക, ഫുൾ മാർക്ക് നേടുക. നിങ്ങൾക്ക് ഫ്രീ നോട്ട്സിന് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെ ധാരാളം മാരത്തോൺ ലൈവുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നുണ്ട്. സോ മിസ് ചെയ്യരുത്. നമ്മുടെ കറക്റ്റ് 7 മണിക്കായിരിക്കും, വൈകുന്നേരം 7 മണിക്കായിരിക്കും എക്സാമിന്റെ തലേന്ന് വരാൻ പോകുന്നത്. അത് മാത്രമല്ല മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടായിരിക്കും. അത് സെറ്റ് ആക്കണം, പവർ ആക്കണം. നമ്മൾ ഫുൾ മാർക്ക് വാങ്ങിയിട്ടേ നമ്മൾ മുന്നോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. റിവിഷൻ ബാച്ച് ആണ്, എൻഡ് ഗെയിം ആണ്. സെറ്റ് ആക്കാൻ, പവർ ആക്കാം. ബൈ, താങ്ക് യു.